മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്തെല്ലാമാണ് എന്ന് ധാരാളം ഹിന്ദുക്കൾ, അത് ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് കൂടുതലായിട്ട്, അവർ ചോദിക്കാറുണ്ട്. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകൾ, ഇത് ഞാൻ നിരന്തരം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഹിന്ദുക്കളുടെ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങള്, 9 കാര്യങ്ങൾ. ഇന്നുകൂടി ഓർമ്മിക്കാം. ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്. ഇവയെല്ലാം തന്നെ ആകാശത്തിന് മുകളിലുള്ള ഒരു സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, ഭൂമിക്ക് താഴെയുള്ള ഒരു നരകത്തിലേക്ക് പോകാതിരിക്കാനുമുള്ളതല്ല. മറിച്ച് ഈ ഭൂമിയിൽ 10, 85, 90 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ഇത് രണ്ടും ആരോഗ്യമുള്ളതാവണം. നമ്മുടെ കുടുംബ ബന്ധം അത് ദൃഢമുള്ളതാവണം. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ അത് നിരന്തരം വളരണം. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ അത് ഉറപ്പായി നിലനിൽക്കണം. നമ്മുടെ പൈതൃകത്തിന്റെ, രാഷ്ട്രത്തിന്റെ നന്മ ഇത് എന്നും ഉദ്ഗ്രഥനം ഉണ്ടാവണം. അപ്പൊ നമ്മളുടെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഈ 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തണമെങ്കിൽ ഭാരതീയർക്ക് അറിയാമായിരുന്നു നമ്മളുടെ മനസ്സ് അതാണ് നന്മ നിറഞ്ഞതാവേണ്ടത്. ആ മനസ്സ് എന്ന വാക്കാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ. നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും നമുക്ക് തന്നത് മുഴുവനും മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ എന്നും ആവർത്തിക്കാറുള്ള ഒരു വരിയുണ്ട്. അസതോമാ സത്യമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ശരീരത്തിനെയോ കുടുംബത്തിനെയോ സംസ്കാരത്തെയോ സമൂഹത്തെയോ രാഷ്ട്രത്തെയോ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സാണ്. ആ മനസ്സിനെ നന്മ വരുത്തിയാൽ എന്ത് സംഭവിക്കും അറിയോ? അപ്പൊ മനസ്സെന്ന് പറയുന്നതാണ് ഹിന്ദു ധർമ്മത്തിന്റെ 1ാമത്തെ ആണിക്കല്ല്. മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ് നമ്മുടെ ധർമ്മത്തിന്റെ 2ാമത്തെ ആണിക്കല്ല്. ഇപ്പൊ മൈൻഡ്, തോട്ട്സ്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് ചിന്തിച്ചതിന് ശേഷമാണ് ചെയ്യാം. ചിലപ്പോൾ ചിന്തിക്കാൻ കുറച്ച് സമയം എടുത്തുള്ളൂന്നവര്, കുറച്ച് കൂടുതൽ സമയം എടുത്തുന്നവര്. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ മൈൻഡ് പ്രൊഡ്യൂസസ് തോട്ട്സ്, തോട്ട്സ് പ്രൊഡ്യൂസ് ആക്ഷൻ. നല്ല കർമ്മങ്ങൾക്ക് നല്ല കർമ്മഫലവും കർമ്മ പ്രതിഫലവും ഉണ്ടാവും. ഇപ്പൊ 3 എണ്ണത്തിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവും. അതായത് മനസ്സ്, ചിന്തകൾ, കർമ്മം. ഇനി 2 എണ്ണം അതിന്റെ ഓഫ്ഷൂട്ടാണ്, അതിന്റെ പ്രോഡക്റ്റാണ്. കർമ്മത്തിന്റെ കർമ്മഫലം, കർമ്മത്തിന്റെ കർമ്മ പ്രതിഫലം. അപ്പൊ ഈ കർമ്മഫലവും കർമ്മത്തിന്റെ പ്രതിഫലവും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ജഗദീശ്വരൻ തന്നിരിക്കുന്നത് അമ്മയെയും അച്ഛനെയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. നമ്മൾ ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. വെളുത്ത തൊലി വേണോ കറുത്ത തൊലി വേണോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത നമുക്ക് ഒരു സ്വാതന്ത്ര്യം ജഗദീശ്വരൻ തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാക്കണമോ തിന്മ നിറഞ്ഞതാക്കണമോ, അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിരന്തരം നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാം, വിചാരങ്ങൾ വെച്ച് പുലർത്താം, വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കാം. അതുപോലെ തന്നെ ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ അത് സയന്റിഫിക് ആയിരിക്കാം, നോൺ സയന്റിഫിക് ആയിരിക്കാം. സയന്റിഫിക് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സയൻസ് ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് ധാരണയൊക്കെ തെറ്റാം. സയൻസ് ഉണ്ടെങ്കിൽ മനുഷ്യന് കുറച്ചുകൂടി നന്മ നിറഞ്ഞതാക്കാൻ സാധിക്കും ജീവിതം. അപ്പോ ഈ സങ്കല്പങ്ങളും ഈ ഗ്രന്ഥങ്ങളും ഈ കഥകളും ഈ അനുഭവങ്ങളും എല്ലാം തന്നെ
നമ്മളുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നന്മകൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ബന്ധപ്പെട്ട എല്ലാത്തിലുമുള്ള തിന്മകളെ മാറ്റി നന്മകളാക്കാൻ സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ മനസ്സ് മാറിയാൽ എനിക്ക് ലോകത്തോടുള്ള വീക്ഷണം മാറി. എന്റെ മനസ്സ് മാറിയാൽ എന്റെ ഭാര്യയോടും എന്റെ മക്കളോടും എന്റെ കുടുംബാംഗങ്ങളോടും എന്റെ സഹപ്രവർത്തകരോടും മറ്റ് മതസ്ഥരോടും മറ്റ് ജാതിയിലുള്ളവരോടും മറ്റ് വിഭാഗക്കാരോടും മറ്റ് രാഷ്ട്രത്തിലുള്ളവരോടുമുള്ള എന്റെ വീക്ഷണം മാറണമെങ്കിൽ ആദ്യം എന്റെ മനസ്സ് മാറണം. എനിക്ക് ഇഷ്ടമില്ലാത്ത സാമ്പാർ ഇഷ്ടമുള്ളതാക്കണമെങ്കിൽ എന്റെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്, നാക്കിലല്ല മാറ്റം വരേണ്ടത്. ഞാൻ കാണുന്ന ചിത്രം എനിക്കിപ്പോ വളരെ രസകരമായിട്ട് തോന്നണമെങ്കിൽ കണ്ണിലല്ല മാറ്റം വരേണ്ടത്, മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഞാൻ പണ്ട് കർണാടിക് മ്യൂസിക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഇപ്പൊ കർണാടിക് മ്യൂസിക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്റെ ചെവിയിലല്ല മാറ്റം വരേണ്ടത്, മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഞാനൊരു പുതിയ വണ്ടി വാങ്ങിക്കണം, അത് ഇന്ന വണ്ടി ആവണം എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിനോ കാലിനോ ഡ്രൈവ് ചെയ്യുന്ന ശരീരാവയവങ്ങൾക്കോ അല്ല മാറ്റം വരേണ്ടത്, എന്റെ മനസ്സിലുള്ള വീക്ഷണത്തോടാണ്. എന്റെ ശത്രുത്വം ഇല്ല, ഞാൻ ക്ഷയിക്കാണ്ട് കൊടുക്കണമെങ്കിൽ എന്റെ കയ്യിലല്ല മാറ്റം വരേണ്ടത്, എന്റെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. ഞാൻ ഇഷ്ടപ്പെടാത്ത പലതിനെയും ഇഷ്ടപ്പെടണമെങ്കിൽ മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ഇഷ്ടപ്പെട്ടിരുന്ന പലതിനെയും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന്റെ കുഴപ്പമാണ്. അപ്പോ ഈ മനസ്സ് എന്ന് പറയുന്ന വാക്ക് മൈൻഡ്, അതാണ് ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ അതിൽ നിന്ന് വരുന്ന ചിന്തകൾ നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്നത്, കണ്ണിലൂടെ കാണുന്നതും നാട്ടിലൂടെ സംസാരിക്കുന്നതും ത്വക്കിലൂടെ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മനസ്സിലൂടെ ചിന്തിക്കുന്നതുമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് മനസ്സിൽ നിന്ന് ചിന്തകൾ വരിക. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ഫ്രം ഇൻഫന്റ് സ്റ്റേജ് ടു ഓൾഡ് സ്റ്റേജ് എക്സ് ഡി എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു ഇന്റഗ്രേഷൻ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക്. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ജീവിതം എന്ന് പറയുന്നത്. ജനിച്ച് ഭൂമിയിൽ വീഴുന്നത് മുതൽക്ക് മരിച്ച് പട്ടടയിൽ ദഹിപ്പിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഒന്ന് സമ്മപ്പ് ചെയ്താല്, ഇന്റഗ്രേറ്റ് ചെയ്താല് നമുക്ക് നമ്മുടെ ജീവിതം എന്താണെന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജീവിതം ധന്യമായി എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നന്മ നിറഞ്ഞതായി എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ദൈവമല്ല. ദൈവം പോലും നമുക്ക്, പ്രാർത്ഥന പോലും നമുക്ക്, അമ്പലത്തിലേക്ക് പോകുന്നത് പോലും നമുക്ക്, ഭാഗവതം വായിക്കുന്നത് പോലും നമുക്ക്, നമ്മള് ഈശ്വരന് എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലും മനസ്സിന് മാറ്റം വരുത്താനാണ്, അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാനോ നരകത്തിലേക്ക് പോവാതിരിക്കാനോ അല്ല. ഇത് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ധാരാളം വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ സ്വർഗവും നരകവും എന്ന് പറയുന്നത്